നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്റ്റാർ റാങ്കിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള മിമിക്രി രംഗത്ത് നിന്നും സിനിമാ വേദിയിലെത്തിയ മറ്റൊരു പ്രതിഭയാണ്. സ്വന്തം കഴിവുകൾ കൊണ്ട് വേദിയിലും ടെലിവിഷൻ രംഗത്തും സിനിമയിലും തൻ്റെതായ സ്ഥാനമുറപ്പിച്ച ശ്രീ രമേഷ് പിഷാരടി. രമേഷിന് ചില കുസൃതികളുണ്ട്, അതായത് പാട്ടുകൾ തിരിച്ചു പാടുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ. അത് നമ്മൾ തമ്മിലിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്, പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് അതിൻ്റെ അകത്ത് പാട്ട് തിരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് നേരം ഞാൻ ഗൗരവമായിട്ട് ചിന്തിക്കുകയും പറഞ്ഞില്ല. എനിക്ക് ഇടയ്ക്ക് റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നത് ചില ഒച്ചയെടുക്കലൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്ക് കാറിലൊക്കെ പോയാൽ ഞാൻ 4 ചില്ലും കയറ്റിയിട്ടിട്ട് ഭയങ്കര അപശബ്ദമൊക്കെ ഉണ്ടാകും. വെറുതെ ഒച്ചയെടുക്കും. എന്തിനത് എനിക്കറിയാൻ പാടില്ല എന്തിനാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒച്ചയെടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ കാറ്റ് ചില്ലൊക്കെ കയറ്റിയിട്ട് ഒച്ചയെടുക്കും. വെറുതെ വഴിയുടെ സൈഡിൽ നിൽക്കുന്ന പശുവിനെയൊക്കെ ചുമ്മാ എന്ന് ആളിയാ എന്നെ ഇവിടെ നിൽക്കുന്നേ പുല്ലൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും പശുവിനോടൊക്കെ. വെറുതെ ഒരു രസം. പട്ടീനെ ചീത്ത പറയും, വീട് പോടാന്നൊക്കെ പറഞ്ഞ് പട്ടിയോട് ചീത്ത പറയും. ഇങ്ങനെ ആരോടും പരാതിയില്ലല്ലോ. അങ്ങനെ ഒരു രസം കാണാറുണ്ട് ഇടയ്ക്ക്. അതെനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആരോടെങ്കിലൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടണം എന്ന് തോന്നുന്ന സാധനമൊക്കെ ഈ മനുഷ്യരുടെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ മാത്രമല്ല അവർ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അടുത്തൊക്കെ തീർക്കാന്നുള്ളൊരു ഉണ്ടാവില്ല. ദേഷ്യമല്ല എനിക്കിത് ഇങ്ങനെ. എനിക്കിപ്പോഴും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടാൽ ബൈക്കിന് പോകണം ഞാൻ അതിലിറക്കും. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് തെറിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെളിവെള്ളം തെറിപ്പിക്കൽ ഇങ്ങനത്തെ പരിപാടികൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പാട്ടുകൾ മറിച്ചും തിരിച്ചുമൊക്കെ ചിന്തിക്കുക എന്നുള്ളത്. അതൊന്ന് രണ്ടെണ്ണം ഒന്ന് ചെയ്യാം. ഇപ്പം ഇക്കയും കൂടെ സഹായിക്കും. ഇക്ക ഒരു പാട്ടോട് ഞാൻ തിരിച്ചു പാടാം. ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് പിഷാരടി അത് തിരിച്ചു പാടും. തിരിച്ചു പാടാം. അന്നേരം ഒരു കാര്യമാണ്, ഈ വടിക്കട്ടാര വെട്ടി പടക്കമോടെ അങ്ങനത്തെ പാട്ടൊന്നും പാടരുത്. പാടുന്ന പാട്ട് 2 വാക്കൊക്കെ ഉള്ള പാട്ടാണ് ഉത്തമമായിരിക്കും. അല്ല, എളുപ്പമുള്ള പാട്ട് പാടും. അത് തിരിച്ചു പാടില്ല. ഭാര്യ ഹിന്ദി അറിയോ എന്നൊക്കെ ചോദിച്ചല്ലോ. അതെ. കാറ്റ് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ എന്താണ്? ഹവ. ഹവ ഹവ ഹവ. ഹസൻ ജഹാംഗീറിന്റെ പഴയ ഹവ ഹവ അത് കാറ്റയാണ്. എങ്ങനെയത് വീണ ഇട്ടോ ഒന്നുകൂടി ഇട്ടോ. പിഷാരടിയെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഇത് നമുക്കൊന്നും ഒരിക്കലും ഒരു പാട്ട് സ്ട്രെയിറ്റ് പാടാൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ലിറിക്സ് ഓർമ്മ വരില്ല. അപ്പോൾ ആ സാധനം തിരിച്ച് മറിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് വെറുതെ ഗവേഷണം. ആ ഗവേഷണം നല്ലതാണ്. പക്ഷെ മറ്റത് എനിക്ക് തോന്നണ ഒരു കന്നഡ തെലുങ്ക് പാട്ട് പോലെയൊക്കെ തോന്നി. ഈ കാറ്റ് തിരിച്ച് ടേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയപ്പില്ലേ. ഇത് ചിലരിത് പാടുമ്പോൾ ഇതിൽ വാക്കൊന്നും ശരിയാവില്ല. ഇത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് എഴുതി വായിച്ച് നോക്കൂ, കറക്റ്റ് ആയിരിക്കും. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പിഷാരടിയുടെ വേറൊരു ട്രിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഡബ്ബിംഗ് പടങ്ങളില്ലേ, ഡബ്ബിംഗ് പടങ്ങളിലെ പാട്ടുകളില്ലേ, അത് ഈ ഹിന്ദി പ്രത്യേകിച്ച് ഹിന്ദി സിനിമകൾ, അതിപ്പോൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ചില ആൾക്കാർ പാട്ട് എഴുതും, എന്നിട്ട് അത് പാട്ടായിട്ട് അതേ ട്യൂണിൽ തന്നെ വരാം. ഞാൻ ഡബ്ബിങ് സിനിമകൾ ആദ്യം മിമിക്രിക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഈ ഡബ്ബിങ് പാട്ടുകളെ പറ്റി ശ്രദ്ധിച്ചത് അതിലും ഇത് വെറുതെ ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പം അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ ലിറിക്സിൻ്റെ അതേ അർത്ഥം മലയാളത്തിൽ വരണം. അങ്ങനെയാണ് അവർ പാടുപെട്ട് ആ സംഭവം അതിനകത്തേക്ക് വരുത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു അതൊന്ന് പറയുന്നത്. ഡബ്ബിങ് പാട്ട് പറഞ്ഞാൽ ഹിന്ദി അറിയാം, ഞാൻ ഏത് പാട്ട് വേണമെങ്കിലും തിരിച്ചു പാടാം. അല്ല, പക്ഷേ ഇപ്പം ഞാനും പിഷുണ്ടി പറഞ്ഞു നമ്മൾ പ്ലാൻഡാന്ന് വിചാരിക്കും. ഇവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാട്ട് അതിന്റെ ഡബ്ബിംഗ് പാട്ട് പറഞ്ഞു. ആ പിള്ളേർ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഹിന്ദി അവര് റാഗിംഗ് എന്നാണെന്ന് പറഞ്ഞ് എന്നെ അതിലും ഭേദം ചവിട്ടാൻ ആനയുടെ കാലടിയിലേക്ക് ഇട്ട് കൊടുക്കണതാണ് ഇവരുടെ. ശരി, നിങ്ങൾ പാടൂ, ഞാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ട് പാടുക, അതിന് ഡബ്ബിംഗ് പാട്ട്, അതിന്റെ മലയാളം ഡബ്ബിങ് ഞാൻ പാടി തരുമായിരിക്കും. അതെ, ഈ ടെക്നിക്ക് ശരിക്കും ഡബ്ബിംഗ് പാട്ടിന്റെ ടെക്നിക്ക് ശരിക്കും എന്നെ പഠിപ്പിച്ചു തന്നത് കൊറിയോഗ്രാഫർ അബ്ബാസ് ആണ്. അല്ല, അവനും ഈ പണിയുണ്ട്. എന്തോ ആൾക്ക് എങ്ങനെ അറിഞ്ഞു? എന്നെ നാട്ടിലും വീട്ടിലും വിളിക്കുന്ന പേരാണ് കണ്ണൻ എന്നുള്ളത്. ശരി. നമുക്കതൊരു പുതിയ അറിവാണല്ലോ. ഇത്രയും വർഷം കൂടിണ്ടായിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അതെന്റെ നാട്ടിൽ വീട്ടിലെ പേരാണ്, കണ്ണൻ എന്നാ വിളിക്കുന്ന വീട്ടിൽ. പിന്നെ കൂട്ടുകാർ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. പെമ്പിള്ളേര്, പല പെമ്പിള്ളേരും അല്ലേ കള്ളൻ. എന്തൊക്കെ വിളിക്കുന്നുണ്ടോ? എന്തോ കണ്ണൻചേട്ടൻ നുണക്കഥ പറയാൻ എടുക്കാനാണെന്ന് കേട്ടത്. അപ്പൊ നമ്മുടെ ഇക്കാനെ കുറിച്ച് ഒരു നുണക്കഥ പറഞ്ഞ. എന്നെ കുറിച്ചിട്ട് നുണക്കഥേ? ഇക്കാനെ കുറിച്ച് എന്തോ നുണക്കഥ? സത്യം മാത്രമല്ലേ ഉള്ളൂ. കണ്ണൻചേട്ടൻ ഒരിക്കലും എൻ്റെ കോളേജിൽ വന്ന് ഇതേപോലെ ഒരു നുണക്കഥ പറഞ്ഞിട്ട് എൻ്റെ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിക്ക് ഒരു പണി കിട്ടിയിട്ടുള്ളതാണ്. ഇത് നുണക്കഥയല്ല. ഞാൻ പറയുന്ന കഥകളെ ഇവരുടനെ തന്നെ അത് നുണക്കഥ എന്നങ്ങ് വ്യാഖ്യാനിച്ച്
ശരിക്കും ഇപ്പം ധർമ്മജന്റെ കഥയൊക്കെ നുണക്കഥയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നതല്ല, അതൊന്നും യാതൊരു വിധത്തിലും നുണയുടെ കലർപ്പില്ലാത്ത കഥകളാണ്. അതെല്ലാം സത്യസന്ധമായ കഥകളാണ് എല്ലാം പറയുന്നതല്ല, യാതൊരു നുണയുമില്ല. എന്തായിരുന്നു ആർട്സ് ക്ലബ് സെക്രട്ടറിനെ കുറിച്ചിട്ട്? എനിക്കറിയില്ല, അതൊക്കെ അന്ന് സംഭവിച്ച എന്തെങ്കിലും ഒരു കഥ അപ്പം പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ വിഷുവിൻ്റെ ഏറ്റവും കൂടുതൽ കഥകളിലെ എന്താണ് എര ധർമ്മനാണ്. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ പോലും കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം ധർമ്മനെയാണ് നായകനാക്കി വെച്ചത്, ബ്ലസ് സാർ. എന്തുപറ്റി? പിന്നെ ഭയങ്കര കളിമണ്ണ് തലയ്ക്കകത്തെന്ന് പറഞ്ഞ് മാറ്റിയതാണ്. അത്രയും വേണ്ടാന്ന് പറഞ്ഞു, ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയതാണ്. അല്ലെങ്കിൽ അവനെ വെച്ചേനെ. ചേട്ടനിപ്പോ ഏകദേശം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഒരു 6 അതിൽ ഇപ്പോൾ എല്ലാ നടീനടന്മാർക്കും ഇന്ന റോള് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവും. ചേട്ടന് ഏത് റോളാണ് ചെയ്യാനായിട്ട് താല്പര്യം? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ആ ആഗ്രഹം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരുപാടെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് ചെയ്യണം എന്നൊരാഗ്രഹമാണ് വരുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് ആ റോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഇപ്പം ഒരുപാട് 10-250 കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊരു നടനോട് നിങ്ങൾക്ക് എന്ത് റോളാണ് ചെയ്യാൻ ആഗ്രഹം? അയാൾ ചിലപ്പോൾ പറയും എനിക്ക് ഇന്ന കഥാപാത്രം ചെയ്യണമെന്നൊക്കെ. അല്ല, നമുക്ക് പിന്നെ നമ്മളെ സംബന്ധിച്ചൊരു സൗകര്യം ഉണ്ടായിരുന്നത്, നമ്മൾ കുറേ നാൾ കോമഡി പരിപാടി ചെയ്തത് കാരണം നമ്മുടെ കോമഡി ഷോ നമ്മൾ തന്നെ എഴുതുന്നതായിരുന്നു. 400 എപ്പിസോഡ് ഞാൻ കളക്ടറും മന്ത്രിയും പോലീസും കമ്മീഷണറും കോളേജ് ലെക്ചററും എനിക്കാകാനുള്ളതൊക്കെ ഞാൻ തന്നെത്താൻ സ്ക്രിപ്റ്റ് എഴുതി അങ്ങ് ആയി. അതുകൊണ്ട് എനിക്കിനി ഒരു കൊതിയില്ല. ഞാൻ നല്ല നല്ല സാധനങ്ങൾ നോക്കി എനിക്ക് എഴുതിയിട്ട് ഞാൻ തന്നെ ധർമ്മന് മറ്റേത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ധർമ്മം പ്യൂൺ, ഞാൻ പ്രിൻസിപ്പൽ, എല്ലാത്തിലും അങ്ങനെ കുറെ ചെയ്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കൊതിയൊന്നുമില്ല. നല്ല അതിനൊരു പ്രാധാന്യം ഉണ്ടാവണം. ആ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് അല്ല കഥാഗതിയിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അഭിനയിച്ച സിനിമകളിൽ ഇനി വേണ്ടായിരുന്നു അത് അഭിനയിക്കണ്ടായിരുന്നു ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായും ചിന്തിച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ചെയ്ത ഒരു കാര്യത്തിലും എനിക്ക് യാതൊരു റിഗ്രറ്റ്സും ഇല്ല, ഇനിയൊട്ടുണ്ടായുമില്ല. അതെല്ലാം എനിക്ക് പറ്റിയ എന്ത് കാര്യവും ഞാൻ തന്നെയാണ് ഉത്തരവാദി. അത് ഞാൻ തന്നെ ചെയ്തതാണ്. അതിൽ യാതൊരു റിഗ്രറ്റ്സും ഇല്ല.